നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട വിവിധ ആശുപത്രികളിൽ നടക്കുന്ന ശസ്ത്രക്രിയകളിലെ പിഴകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് സംഭവിച്ചിരുന്ന നെടുമങ്ങാട്ടാണ് ഒരു നവജാത ശിശു മരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ നടപടിയുണ്ടായി, ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്, അതായത് നിരവധി പേരുദോഷങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ് ആലപ്പുഴ എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതിയുടെ വയറിനുള്ളിൽ നിന്നും കത്രിക കണ്ടെത്തിയ സംഭവം എന്നുള്ളതാണ്. ഇതിൽ പ്രതിഷേധം വളരെ ശക്തമാണ്. പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫിനെ എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയയുടെ കാര്യം ഇന്ന് തീരുമാനിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2021 മെയ് 5-നാണ് ഉഷ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയത്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് വയറ്റിൽ കത്രിക കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ സംഗതി. അന്ന് ശസ്ത്രക്രിയ നടത്താനായി സമീപിച്ചത് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലളിതാംബികയാണെന്ന് കുടുംബം പറയുന്നു. എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലാവരും എന്നെ ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകത്തില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ചത്. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ. ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 5 വർഷമായി കത്രികയുമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ കണ്ടത്. അവർ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഈ കത്രികയൊക്കെ വയറ്റിൽ വെച്ചാണ് ഇത്രയും ദിവസം ജോലിക്കൊക്കെ പോയത് എന്നുകൂടി ഓർക്കണം. ശാരീരികമായ അസ്വസ്ഥതകൾ വന്നപ്പോൾ വിവിധ ആശുപത്രികളെ സമീപിച്ചു. തുടർന്ന് നടത്തിയ എക്സ്റേയിലാണ് ഈ വയറ്റിനുള്ളിൽ ഈ കത്രിക, നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാം, വയറ്റിനുള്ളിൽ ഈ കത്രിക കണ്ടെത്തുകയും മറ്റും ചെയ്തത്. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ, ഡോക്ടർക്ക് പറ്റിയ പിഴവ് ആ സ്ത്രീയെ ഇത്രയധികം വേദന സഹിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഇതിപ്പോൾ അവരുടെ ഒരു വേദന നമുക്ക് നേരിട്ട് കാണാം. അവർ സംസാരിക്കുന്നത് എത്ര ഗൗരവതരമാണ് സംഗതികൾ. എന്തെങ്കിലും വിശദീകരണം ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടോ? നിലവിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് മറ്റു വിശദീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. വളരെ ഗുരുതരമായ സംഭവമാണ് രഞ്ജിത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ഉണ്ടായതിന് സമാനമായ രീതിയിൽ ശസ്ത്രക്രിയക്കിടയിൽ ആണ് ഈ ഉഷ എന്ന പുന്നപ്ര സ്വദേശിനിയുടെ വയറ്റിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രിക അകപ്പെട്ടു പോയത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉഷ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സമീപിക്കുന്നത്. അന്ന് ചികിത്സ തേടിയത് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലളിതാംബികയാണ് കണ്ടത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത് ഡോക്ടർ ലളിതാംബികയാണോ എന്നുള്ളത് സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ ചികിത്സക്കായി സമീപിച്ചത് ഡോക്ടർ ലളിതാംബികയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്ന് ഇവർ 2021 മെയ് 5-ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. അതിനുശേഷം ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉഷ വ്യക്തമാക്കുന്നത്. ഇവര് തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ജോലിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇടയ്ക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതിനിടയിൽ തന്നെ മറ്റ് താൽക്കാലിക ആശ്വാസമായുള്ള മരുന്നുകളൊക്കെ കഴിച്ച് തിരികെ വരികയും ചെയ്തു. മാത്രമല്ല അവർ പറഞ്ഞത് അവർക്ക് രക്തസ്രാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ യൂറോളജിസ്റ്റ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടായത് യൂറോളജിസ്റ്റായ ഡോക്ടർ നാസറിനെ ഇവർ കാണിച്ച സ്കാനിങ്ങിനകത്ത് ഇവർക്ക് മൂത്രാശയത്തിൽ കല്ലാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. പക്ഷെ എക്സ്റേ പരിശോധന കഴിഞ്ഞ ദിവസവും വേദന വളരെ രൂക്ഷമായതിനെ തുടർന്ന് ഇവരെ മകൻ ആശുപത്രി യൂറോളജിസ്റ്റിനെ വീണ്ടും കാണിക്കുകയും
തുടർന്ന് എക്സ്റേ എടുക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിരിക്കുന്നത്. ആ എക്സ്റേക്കകത്ത് വളരെ കൃത്യമായി ആ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രിക വയറിനുള്ളിൽ ഉള്ളത് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇതുമായാണ് 5 വർഷക്കാലമായി ഉഷ ഇത്തരത്തിൽ തന്റെ ജീവന് തന്നെ അപകടകാരകമാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിൽ ജീവിച്ചത് എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഭവമാണ്. വലിയ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഇന്നലെ രാത്രി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ആളുകൾ അവിടെ ഉഷയുടെ വീട് കേന്ദ്രീകരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ അതിന്റെ തുടർ പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണം, അതായത് ഇത്തരത്തിൽ കത്രിക ഉണ്ട് എന്നുള്ള വിവരം ഡോക്ടർമാരെ ധരിപ്പിച്ചപ്പോൾ അവർ അത് പുറത്ത് പറയേണ്ടതില്ല എന്നുള്ള രീതിയിൽ ഇവരോട് പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ തിങ്കളാഴ്ച, അതായത് ഇന്നും ഇന്നലെയും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാകാനായി പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച ശസ്ത്രക്രിയ ചെയ്ത് കത്രിക പുറത്തെടുക്കാം എന്നുള്ള ഉറപ്പാണ് ഉഷയ്ക്ക് നൽകിയിരുന്നത്. പക്ഷെ അവര് പറയുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇനി ചികിത്സ തേടാനുള്ള ധൈര്യം അവർക്കില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവർ ചികിത്സ തേടി പോയിട്ടുണ്ട്. ശസ്ത്രക്രിയ മറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളും നടക്കുകയാണ്. അതിനുശേഷം ശസ്ത്രക്രിയ ചെയ്ത് ഇത് പുറത്തെടുക്കും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ കുടുംബത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്നാലും വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നത്. ഗർഭാശയ മുഴയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സ്ത്രീയുടെ വയറ്റിലാണ് ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രിക കണ്ടെത്തിയിരിക്കുന്നത്. ശരണ്യ, ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായല്ല. നിരവധി പിഴവുകൾ സംഭവിക്കുന്ന ഒരു ആശുപത്രിയായി പലപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ സ്ത്രീയെ അവരൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് എന്ന് മനസ്സിലാകുന്നു. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് പറയുന്നുണ്ട്. ഈ കത്രിക വയറ്റിൽ വെച്ചാണ് ഈ 5 വർഷം അവർ ജീവിച്ചത് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് ആശുപത്രിയെ സമീപിക്കേണ്ടി വരികയും ഇത്ര ഗൗരവതരമായ സംഗതി ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുകയും മറ്റും ചെയ്തത്? അവരവരുടെ സാഹചര്യം വിശദീകരിക്കുമ്പോൾ വളരെ സങ്കടകരമായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അതായത് 5 വർഷക്കാലവും ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അതിശക്തമായ വയറുവേദന വന്നുകൊണ്ടേയിരുന്നു. അത് ഈ ശസ്ത്രക്രിയയും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ അവർ താൽക്കാലികമായുള്ള ഡോക്ടർമാരെ കാണുന്നു. വിദഗ്ധമായ പരിശോധനകളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താൽക്കാലികമായി ഡോക്ടർമാരെ കാണുന്നു, പെയിൻ കില്ലർ അടക്കമുള്ള മരുന്നുകൾ എടുക്കുന്നു, തിരികെ പോകുന്നു. മകനാണ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇവര് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അവര് ഈ രീതിയിൽ, അതായത് രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുമായാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പറയുമ്പോൾ അവരത് പറഞ്ഞ് കരയുകയാണ്. അത്തരത്തിൽ വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ സ്ത്രീ കടന്നുപോയത് എന്നുള്ളതാണ്. ഈ 5 വർഷവും ഇത് ആരും കണ്ടെത്തിയില്ല എന്നുള്ളതും ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ്. കാരണം ഇത്രയും വലിയ വേദന, കാരണം ഈ ഉള്ളിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരുന്നത് തന്നെ ഒരുപക്ഷെ ഈ കത്രിക അകത്തുണ്ടായിരുന്നതിനാലായിരിക്കും. മൂർച്ചയേറിയ ഉപകരണമാണ്. അതാണ് വയറിനകത്ത് ചുമന്നവർ 5 വർഷം, അതായത് സാമ്പത്തികമായ വലിയ ഉന്നമനമുള്ള കുടുംബമല്ല. ഇവര് താമസിച്ചിരുന്നത് അറവുകാരാണ്. അവിടെ നിന്ന് ഇപ്പോൾ പുന്നപ്രയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോ ഇവര് തൊഴിലുറപ്പടക്കം ചെയ്താണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജോലിയെല്ലാം വെട്ടുകയും കിളക്കുകയും അത്തരത്തിൽ ഉള്ള ജോലികളെല്ലാം ചെയ്തത് ഈ കത്രിക വെച്ച് വയറ്റിൽ വെച്ചാണ് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എത്രമാത്രം ഗുരുതരമാണ് കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ന് പറയുന്നു, അത്തരത്തിൽ നിലം തുടക്കുകയോ കുനിഞ്ഞുള്ള ജോലികൾ ചെയ്യുകയോ മുറ്റമടിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞു എന്ന് അവർ പറയുന്നു. പക്ഷെ അവർ പൊട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്നു. 5 വർഷമായി താൻ ഇത് വെച്ചാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇപ്പോഴാണ് തന്നോട് ഇത് പറയുന്നതെന്ന് പറഞ്ഞ് അവർ കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഗുരുതരമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. കുറ്റക്കാരായ ആളുകളെ എന്തായാലും നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നല്ല, ഇത് മെഡിക്കൽ സംബന്ധമായി എന്ത് പ്രശ്നങ്ങൾ ഡോക്ടർമാർക്കെതിരെ ഉയർന്നാലും അവിടെ ഒരു മെഡിക്കൽ ബോർഡ് കൂടുകയും ആ മെഡിക്കൽ ബോർഡ് കൂടി ഈ ഇത്തരത്തിലുള്ള നെഗ്ലിജൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഡോക്ടർമാർക്ക് അനുകൂലമായ തീരുമാനം, പ്രത്യേകിച്ച് ഡോക്ടർമാർ കൂടുതലുള്ള സമിതിയാണ് ആലപ്പുഴയിൽ കൂടുന്നത്. അത്തരത്തിൽ ആലപ്പുഴയിൽ നിന്നുള്ള എവിടെയാണെങ്കിലും അത് തന്നെയാണ് കൂടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അവസാനം അവർക്ക് ഈ ആളുകളെ, കുറ്റാരോപിതരായ ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും അന്തിമമായി ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിലെങ്കിലും അത് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം ശക്തമായ പ്രതിഷേധം ആളുകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഇത്ര വ്യക്തമായ തെളിവ് ലഭ്യമായ എക്സ്റേയിൽ തന്നെ വളരെ കൃത്യമായ കത്രിക
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രയും വലിയൊരു കത്രിക അവർ വായിച്ച് കിടന്നുവെന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനകത്ത് ഇനി എന്ത് നടപടി സ്വീകരിക്കും? നമുക്കറിയാം, നവജാത ശിശുക്കളുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ, അമ്മമാർ മരണപ്പെട്ട സംഭവം, ചികിത്സ കിട്ടാതെ ആളുകൾ മരണപ്പെട്ടതിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പ്രതിഷേധിച്ച സംഭവങ്ങൾ, അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഈ വളരെയധികം ഇത്തരം മോശം സംഭവങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു ഇടമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതിന്റെ ഒരു ഏറ്റവും മൂർധന്യ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിരവധി കേസുകളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അനാസ്ഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഉയർന്നു കേട്ടിട്ടുള്ളത്. ആ സംഭവങ്ങൾക്ക് മേലാണ് ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നിട്ടുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഗുരുതരമായ ഈ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തുന്നു. അതും 2021 നടന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഇപ്പോൾ 2026 അവർ കടുത്ത വേദന അനുഭവിച്ച് ആശുപത്രിയെ മറ്റും സമീപിക്കുമ്പോൾ നടത്തിയ എക്സ്റേയിലാണ് ആ ദൃശ്യങ്ങളൊക്കെ നോക്കുക. ഒരു സ്ത്രീയുടെ വയറ്റിൽ കാണുന്ന കത്രികയാണ്. അവർ ഈ കത്രികയുമായി 5 വർഷം ജീവിക്കുന്ന ഒരു പശ്ചാത്തലമെന്ന് പറയുമ്പോൾ നമ്മുടെ ആതുരാലയങ്ങളുടെ അവസ്ഥ എത്രത്തോളം ശോചനീയമാണ് എന്ന് മനസ്സിലാക്കണം. നെടുമങ്ങാട്ടെ സംഭവം, ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്, കാത്തിരുന്ന് മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത് ഏറെ ഗൗരവത്തോടെയാണ് കേരളീയ മനസാക്ഷി കണ്ടത്. ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി നമ്മുടെ ആതുരാലയങ്ങളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക്, ആ വീട്ടമ്മയുടെ വാക്കുകളിലേക്ക്, ഏറെ വേദനയോടെ അവർ പറയുന്ന വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നു. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു എല്ലായിടും എന്നെ കൊണ്ടുപോയി. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകത്തില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ച് തന്നു. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ച എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്തപ്പോ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഉഷ എന്ന സ്ത്രീക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ MLA ഈ വിഷയം ആരോഗ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നടപടി ഉണ്ടാകണം, പാളീച്ച കണ്ടുപിടിക്കണം. ആ സ്ത്രീക്ക് അവർക്ക് അതിന് ന്യായമായ പരിഹാരം നൽകുകയും വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.